എം.ജി. പ്രതീഷ് കുമാർ അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രേക്ഷകരുമായി പ്രതീഷിന് പങ്കുവയ്ക്കാനുള്ളത്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിനുള്ള ബില്ലിൻ്റെ കരട് തയ്യാറായി കഴിഞ്ഞെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വെളിപ്പെടുത്തുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കും. സംസ്ഥാന ബജറ്റ് രാഷ്ട്രീയ പ്രസംഗമായെന്ന വിമർശനവും മന്ത്രി ബിന്ദു തള്ളിക്കളഞ്ഞു. ദേശീയ അന്തർദേശീയ റാങ്കിംഗ് പ്രക്രിയയിലൊക്കെ വളരെ മുൻപിൽ നിൽക്കുകയും അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് നേടുകയും അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമിക ഗുണമേന്മയും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ചില സ്ഥാപനങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ അത്തരത്തിൽ സർവകലാശാലകളാക്കി ഉയർത്താൻ സാധ്യതയുള്ളത്. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഒരു കരട് ബില്ല് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമവകുപ്പെല്ലാം പരിശോധിച്ചിരിക്കുകയാണ്. ഇനിയത്തെ സെഷൻ പ്രധാനമായും നിയമനിർമ്മാണങ്ങളിൽ ഊന്നിയിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് ഇനിയത്തെ സെഷനിൽ അത് പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. രാഷ്ട്രീയം ബജറ്റിൽ കുത്തി നിറച്ചതായിട്ട് നമുക്കാർക്കും അനുഭവപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ്. സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ നയസമീപനങ്ങൾ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നാണല്ലോ ഒരു നയം മുന്നോട്ട് വയ്ക്കപ്പെടുക. പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ കൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണവും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വൈരാഗ്യപരമായ സമീപനവും ഒക്കെ ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങളെ മാത്രമാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിദേശ സർവകലാശാലകളിലേക്ക് ചേക്കേറുന്ന ഒരു കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്കും വരുന്നു എന്ന നല്ല വാർത്തയാണ് ഈ ഡോക്ടർ ബിന്ദുവിൻ്റെ വെളിപ്പെടുത്തലിലൂടെ കാണുന്നത്. ഡോക്ടർ ബിന്ദുവുമായി സംസാരിച്ച എം.ജി. പ്രതീഷ് നമുക്കൊപ്പം തലസ്ഥാന നഗരിയിൽ നിന്നും തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ഒരു ഗുഡ് ന്യൂസാണ്. നയപരമായിട്ട് നേരത്തെ തന്നെ LDF ഇക്കാര്യം അംഗീകരിച്ചിരുന്നു. വിദേശ സർവകലാശാലകൾ വരുന്നതോടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഉയരും. മാത്രമല്ല വിദേശ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലേക്കൊക്കെ പഠിക്കാൻ വരുന്ന ഒരു നല്ല ദിവസം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും, കാരണം ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ ഒരു സാഹചര്യം ഇല്ലാതെ വന്നതോടെയാണ് സ്വകാര്യ നിക്ഷേപങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പ്രധാനമായും ഇത്തരത്തിൽ സ്വകാര്യ വിദേശ നിക്ഷേപങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതലായും വരുമെന്നതാണ് ധനമന്ത്രി ഇന്നലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നു, സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ധനമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രഖ്യാപനമല്ല. അത്തരത്തിൽ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നയപരമായ ഒരു തീരുമാനം സർക്കാർ നേരത്തെ തന്നെ എടുത്തിരുന്നു. അതിന്റെ നടപടികളിലേക്കും ചർച്ചകളിലേക്കും സർക്കാർ കടന്നു എന്ന് തെളിയിക്കുന്നതാണ് ആർ ബിന്ദുവിന്റെ പ്രതികരണം. ഈ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള കരട് ബില്ല് ഇപ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായി കഴിഞ്ഞു. മാത്രമല്ല, ഇത് നിയമവകുപ്പിന് കൈമാറുകയും നിയമവകുപ്പ് ഇക്കാര്യം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ കരട് ബില്ല് എത്തുമെന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയുന്നത്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടക്കം ഉള്ളതുകൊണ്ട് തന്നെ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് എത്താനുള്ള സാധ്യതയില്ല. അടുത്ത സമ്മേളനത്തിൽ എത്തി അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇത് മന്ത്രി പ്രധാനമായും പറയുന്ന കാര്യം, ഇത് നയപരമായ ഒരു മാറ്റമല്ല. മാത്രമല്ല, കൂടുതൽ വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയും വിദേശ വിദ്യാർത്ഥികളെയും കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നതാണ് പ്രധാനമായും സർക്കാരിന്റെ ലക്ഷ്യം. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നതും സർക്കാർ മുന്നിൽ കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഒന്നിലധികം സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ അനുവദിക്കുന്നത്. പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ സർക്കാർ ഉണ്ടാക്കും. അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ ഘടന, പ്രവർത്തന രീതി എല്ലാം തന്നെ നിശ്ചയിക്കുന്നത്. മാത്രമല്ല, ഒരു പുതിയ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ അതിന് ഭൂമി കണ്ടെത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ച് അത്തരത്തിലൊരു രീതിയിലായിരിക്കില്ല. അടിസ്ഥാന സൗകര്യങ്ങളുള്ള വലിയ തരത്തിൽ എല്ലാ തരത്തിലും വികസനമുള്ള ഏതെങ്കിലും സർവകലാശാലകൾ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുമായി ചേർന്നായിരിക്കും സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ ആരംഭിക്കുന്നത്. മാത്രമല്ല, ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എല്ലാ കാലത്തും സർക്കാരിന്റെ ഊന്നൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് തന്നെ ആയിരിക്കും. പക്ഷേ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന അന്തർദേശീയ നിലവാരമുള്ള അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ സർവകലാശാലകളായി ഉയർത്തിക്കൊണ്ടുവരികയും കൂടുതൽ വിദ്യാഭ്യാസം ആ മേഖലയിൽ വലിയ തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പ്രധാനമായും ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തീരുമാനത്തെ പൊതുസമൂഹമടക്കം സ്വാഗതം ചെയ്യുന്നുമുണ്ട്. അതിന്റെ ഒരു നടപടികളിലേക്ക് സർക്കാർ പോകുന്നു എന്നതാണ് നമുക്ക് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നുകൂടി വ്യക്തമാകുന്നത്.
ഓക്കെ, താങ്ക് യു. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകി.